ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ടൈറ്റിൽ കാർഡ്, അതായത് സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരുന്ന ടൈറ്റിൽ കാർഡ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ലൈറ്റ് മോഷൻ ആണ്. വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധയിലേക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റിവ്യൂ കണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് വീഡിയോ പറഞ്ഞു തരുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ആവശ്യമാണ്. ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രീസെറ്റ് ലിങ്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ, അത് യൂസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ലിങ്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞുതരാം, സ്കിപ്പ് ചെയ്ത് കാണുക, അല്ലാതെ മനസ്സിലാകത്തില്ല. ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും. 18-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് 3Dയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യാൻ നേരത്തെ നമുക്കിത് 3Dയിലോട്ട് മാറത്തുള്ളൂ. ഇപ്പം നമുക്കിവിടെ ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ച് നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ആദ്യത്തെ 4 പാർട്ടിനകത്ത് വലിയ 4 ഫോട്ടോസുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ബാക്കി ഒരുപാട് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു 10-24 ചെറിയ ഫോട്ടോസുകളും ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് കാണുന്നുണ്ടല്ലോ 19 സെക്കൻഡ് 18 മില്ലി സെക്കൻഡിന് ശേഷം ഇവിടെ നമ്മളൊരു 10-24 ചെറിയ ഫോട്ടോസുകളും എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങളുണ്ട്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ആ ഫോട്ടോ നമുക്ക് ആദ്യം എഡിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഫോട്ടോസുകൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം, അതായത് ഒരു ആസ്പെക്ട് റേഷ്യോയിൽ വേണം നമുക്ക് ഈ ഗ്രീൻ ലെയറിൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ രണ്ടാമത് പിക്സാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ നമ്മളൊരു PNG ഇമേജും എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് ഈ 2 ഫോട്ടോസുകൾ ആദ്യം എഡിറ്റ് ചെയ്യേണ്ട പറഞ്ഞുതരാം. ആദ്യത്തെ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ അലൈറ്റ് മോഷൻ തന്നെയാണ്. അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക. ഹോം പേജ് എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ആസ്പെക്ട് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. 4.3 ആസ്പെക്ട് റേഷ്യോ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം താഴോട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോസുകൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയറ്റിൽ ഗ്യാലറിയുള്ള ഫോട്ടോസുകൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ 24 ഫോട്ടോസുകൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ആദ്യം വെക്കുക. ഈ ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോട്ടോ ഈ കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് 24-25 ഫോട്ടോസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യമേ എഡിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കൊരു PNG ഫോട്ടോയും ആവശ്യമാണ്. അതായത് നമ്മൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ലാസ്റ്റായിട്ട് നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് PNG ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ പറഞ്ഞുതരാം. 2 ഫോട്ടോ എഡിറ്റ് ചെയ്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ഫോട്ടോസുകൾ നിങ്ങൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യുക. PNG ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യാനകത്ത് ഗ്യാലറി ചില്ലെന്നാണ്. ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ലോങ് പ്രസ് ചെയ്ത ശേഷം സെലക്ട് ആയിട്ട് മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന 3ാമത് ഓപ്ഷൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഇത് PNG ഫോട്ടോ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് മനസ്സിലായല്ലോ. അതിനുശേഷം 18-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുന്നത് 3Dയിലോട്ട് കൺവേർട്ട് ആകുന്നതാണ്. അതിനുശേഷം സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ നമ്മൾ ഫോട്ടോസുകൾ ആഡ് കൊടുക്കാൻ വേണം. ഇവിടെ കൊടുക്കേണ്ട നോർമൽ ഫോട്ടോ കൊടുത്ത് മാത്രം മതി. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെന്നിട്ട് ഇവിടെ നമ്മൾ നോർമലാക്കി എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസുകൾ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ 4 സ്ഥലത്ത് 4 വലിയ ഫോട്ടോസുകൾ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഫോട്ടോ നെക്സ്റ്റ്
ഗ്രീൻ റെഡ് ലൈൻ വരെ എത്തിച്ചതിന് ഫോട്ടോ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ അവിടെ കാണാൻ സാധിക്കത്തില്ല. മൂവ് ആവുന്ന സമയത്ത് ഇസഡിൻ്റെ വാല്യൂ കാണുന്നുണ്ടല്ലോ, അത് ഒരു 9400 മുകളിൽ വെക്കുക. 9400 മുകളിൽ കറക്റ്റായിട്ട് വെക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ തെളിഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും. കുറച്ച് ഡ്രാഗ് ചെയ്യുന്നതൊരു നമ്മൾ ഓവർലേ വീഡിയോ കാണും. ഓവർലേ വീഡിയോയുടെ മുകളിൽ പുറകിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഓവർലേ വീഡിയോ ഫ്രണ്ടിലായിരിക്കും വരേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഓവർലേ വീഡിയോ ഉണ്ട്, താഴെ ഡ്രാഗ് ചെയ്യുന്നത് നമുക്ക് ഓവർലേ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് അത് ലൈറ്റ് എന്ന ഓപ്ഷനകത്ത് ലൈറ്റ് ആൻഡ് സെലക്ട് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം അപ്പോൾ നമുക്കവിടെ ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമുക്കിനി സൂം ഔട്ട് ആക്കി കൊടുക്കണം. ഫേസ് കാണുന്നത് കറക്റ്റായിട്ട് വെക്കാനായിട്ട് മൂവ് ആൻഡ് ആർട്സ് വീണ്ടും സെലക്ട് ചെയ്തിട്ട് സൂം ഔട്ട് ആക്കി കൊടുക്കുക. ബാക്കി വാല്യൂ ഒന്നും കുറയ്ക്കരുത്, സൂം ഔട്ട് ആക്കി കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് റൊട്ടേഷനൊക്കെ തലതിരിഞ്ഞായിരിക്കും ഫോട്ടോ കാണുന്നത്. അതിനായിട്ട് റൊട്ടേഷൻ എടുത്തിട്ട് 180 ഡിഗ്രി -180 ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക. മൂവ് ആൻഡ് ആർട്സ് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എക്സും വൈയും ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം സൂം ഔട്ട് ആക്കിയിട്ട് വീണ്ടും സൂം ഔട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം കുറച്ചുകൂടി സൂം ഔട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനൊരു എഫക്റ്റ് കൊടുക്കണം. ആ എഫക്റ്റ് എടുത്ത ശേഷം RFT ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എന്ന് കൊടുക്കുക. മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ ടൈൽസ് എന്ന എഫക്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക, TIL എന്ന് കൊടുക്കുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് ഇതിന് താഴെ കൊടുത്തേക്കുന്ന മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക. പറഞ്ഞ് മനസ്സിലല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അതിനകത്തൊരു എഫക്റ്റ് കൊടുക്കുന്ന ശേഷമുണ്ട്. മൂവ് ആൻഡ് ആർട്സ് എടുത്തിട്ട് അതിൻ്റെ സൂം ഔട്ട് കുറച്ചാക്കിയ ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫോട്ടോയുടെ എൻഡ് എത്തിയിട്ട് സൂം ഇന്നാക്കി കൊടുക്കുക. കുറച്ചുകൂടി സൂം ഇന്നാക്കി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം ആ കീ സിമ്പിൾ ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാൻ നേരത്ത് പ്രിവ്യൂ കണ്ട രീതിയിൽ സോമായിട്ട് ഫോട്ടോ വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് സ്ഥലത്ത് 4 സ്ഥലത്ത് ബാക്കി 3 സ്ഥലത്തും എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോ വേണം ഇവിടെ കൊടുക്കാൻ. കറക്റ്റായിട്ട് അടുത്ത ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിക്കുക, ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിക്കുക, ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു സ്ഥലത്ത് കൂടി നമ്മൾ ഫോട്ടോയുടെ ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് മീഡിയറ്റിൽ നെക്സ്റ്റ് ഫോട്ടോയെ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലെങ്തും നെക്സ്റ്റ് ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇവിടെ ഒരു ഭാഗം ലാസ്റ്റ് ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് 4ാമത് കൊടുക്കുന്ന ഫോട്ടോയുടെ ഈ ഫോട്ടോ തന്നെ ആയിരിക്കണം നെക്സ്റ്റ് ഈ ഗ്രീൻ ലെയറിൽ സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടത്. പറഞ്ഞ് മനസ്സിലായല്ലോ. ഈ ഫോട്ടോ കറക്റ്റായിട്ട് നെക്സ്റ്റ് ഗ്രീൻ ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. കംപ്ലീറ്റ് 4 ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് ഫോട്ടോയിൽ എഫക്റ്റൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. ലെയർ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ഫോട്ടോ വന്ന ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് അയക്കുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോ കാണാൻ സാധിക്കത്തില്ല. അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഓവർലേ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ വീഡിയോയും താട്ട് ഓവർലേ വീഡിയോ ഉണ്ട്. ഓവർലേവിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന് ലൈറ്റിനകത്ത് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കവിടെ ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ്, കാണുന്നുണ്ടല്ലോ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഫോട്ടോ വന്നിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഓവർലേ വീഡിയോ ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും ഓവർലേ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ലൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് കൊടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കളറിൻ്റെ ടൈമും കൊടുക്കേണ്ട കാര്യമില്ല. ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ നമുക്കവിടെ ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും നെക്സ്റ്റ് സ്ഥലത്തും ഇതുപോലെ തന്നെ ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓവർലേ വീഡിയോയും ലൈറ്റിനകത്ത് ലൈറ്റ് ആൻഡ് സെലക്ട് കൊടുക്കുക. അത് മറന്നു പോകരുത്. ഓവർലേ വീഡിയോ ക്ലിക്ക് ചെയ്യുക, ലൈറ്റിനകത്ത് ലൈറ്റ് ആൻഡ് സെലക്ട് കൊടുക്കുക. ലൈറ്റ് ആൻഡ് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. ഈ ഫോട്ടോ കറക്റ്റായിട്ട് വേണം നെക്സ്റ്റ്, അതായത് ഗ്രീൻ ലെയറിനകത്ത് വരാനായിട്ട്. അതായത് 4ാമത് കൊടുക്കുന്ന ഈ ഫോട്ടോ വേണം നെക്സ്റ്റ് ഗ്രീൻ ലെയർ. ഇവിടെ ഗ്രീൻ ലെയർ ഉണ്ട്, ഈ കാണുന്ന ഫസ്റ്റ് ഫോട്ടോയിൽ ആ ഫോട്ടോ വേണം വരാനായിട്ട്. അതെവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ തന്നെ ആയിരിക്കണം നെക്സ്റ്റ് ഗ്രീൻ ലെയറിൽ വരേണ്ടത്. പറഞ്ഞ് മനസ്സിലായല്ലോ.
നെക്സ്റ്റ് സ്ഥലത്ത് വരാനായിട്ട് ഇത് ഏറ്റവും താഴെയായിരിക്കും ഈ ഗ്രീൻ ലെയർ കാണുന്നത്. ഏറ്റവും താഴോട്ട് മാറ്റുക. ഏറ്റവും താഴെയായിട്ട് ഏറ്റവും ഫസ്റ്റ് ലെയർ കാണുന്നത്, അതായത് താഴെ സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടായിരിക്കും ഈ ഗ്രീൻ ലെയർ കാണുന്നത്. കണ്ട് ഹൈഡ് ചെയ്യുന്നത് ആ ഫോട്ടോ തന്നെ മാറുന്നതായിരിക്കും. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറി ചെല്ലുന്നത്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ വേണം കൊടുക്കാൻ, അത് ശ്രദ്ധിക്കുക. ഇവിടെ എഡിറ്റ് ചെയ്ത ആ സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും മാത്രം കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇപ്പം നമ്മളത് ബാക്ക് അടിക്കാൻ നേരത്ത് ഈ ഫോട്ടോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫോട്ടോ അത് തന്നെയായിരിക്കും വരുന്നത്. കാണുന്നുണ്ടല്ലോ. ഇതുപോലെ കട്ടായിട്ട് കൊടുക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ആ ലൈറ്റ് മോഷനിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് 24 സ്ഥലത്തും എഡിറ്റ് ചെയ്ത ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല. നിങ്ങൾ കംപ്ലീറ്റ് എല്ലാ ഗ്രീൻ ലെയറിലും ഇതുപോലെയുള്ള എഡിറ്റ് ചെയ്ത ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു PNG ഇമേജ് എഡിറ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ കൂടി ആഡ് ചെയ്യുന്ന കാണിച്ചു തരാം. അതിനായിട്ട് കംപ്ലീറ്റ് ഗ്രീൻ ലെയറിലും ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും PNG ഇമേജ് കൊടുക്കേണ്ടത് 24 മില്ലി സെക്കൻഡിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ആ ക്യാമറ ലെയറിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് മൂവെണ്ണം സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ PNG ഇമേജ്, അതായത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ഇമേജ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചൊന്ന് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോട്ടോയുടെ ഫേസ് കാണാൻ മേലെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഫോട്ടോ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. ഫോട്ടോ ടച്ച് ചെയ്തിട്ട് മൂവെണ്ണം സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ കൊണ്ടു കൊടുക്കുക. ബാക്കി ഈ ഗ്രീൻ ലെയറിലെല്ലാം നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയും കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ കംപ്ലീറ്റ് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് ഫോട്ടോയും ഇതുപോലെ തന്നെ എഡിറ്റ് കൊടുക്കുക. ഈ ഗ്രീൻ ലെയറിലെല്ലാം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കംപ്ലീറ്റ് ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം ഫോട്ടോ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ പ്ലേ ചെയ്യുന്നിടത്ത് പ്രിവ്യൂ കണ്ടടിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഇനി നമുക്ക് HD ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ടൈറ്റിൽ ആയിട്ടുള്ള ടൈറ്റിൽ കാർഡാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.